ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഗുരു ഇവിടെ താമസിച്ചുകൊണ്ട് അപ്പുറത്ത് വിദ്യാഭ്യാസം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ഗുരു. അപ്പോൾ ഈ പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, നമ്മളിപ്പോൾ ഈ തിരിഞ്ഞ ഭാഗത്ത് കായംകുളത്ത് അപ്പുറത്ത്. ആ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തി അവിടുത്തെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ഈറിനോടുകൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോകുന്നത്. വലിയൊരു ഡിവോട്ടിയായിരുന്നു. ഒരു വൃക്ഷമുണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിൽ സ്വാമി തപസ്സിരുന്നപ്പം ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു ഗുരുവിനെ, സ്വാമിക്ക് കിട്ടി. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ആശാൻ ഭയങ്കര ഇതായിപ്പോയി. എല്ലാ ദിവസവും അവിടെ ശ്രീകൃഷ്ണനെ തൊഴുത് ദർശിക്കുന്ന എനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യം ശിഷ്യന് ലഭിച്ചല്ലോ. ശിഷ്യൻ്റെ മഹത്വം അന്നേ അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വളരെ ഇതായി ഗുരുവിനെ അഭിനന്ദിച്ചു. അങ്ങനെ ഈ അടുത്ത കാലത്ത് രാമൻപിള്ള സാറിൻ്റെ കുടുംബം ഇവിടെ, അപ്പോൾ അവരുടെ ഷെയർ വസ്തു അവർ വിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബന്ധുക്കളും NSSൻ്റെ ആളുകളും ഒക്കെ സമീപിച്ചു. അപ്പോൾ അത് കൊടുക്കില്ല, ബന്ധപ്പെട്ട് ശിവഗിരി മഠത്തിനാണെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മിൽക്കിൻ്റെ മുരളിയ മിൽസ് മുരളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. നമ്മുടെ കായംകുളം കൊച്ചുണ്ണി ഈ പ്രദേശത്തുകാരനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുടുംബനാഥൻ എന്ന് പറയുന്നത് കായംകുളം രാജാവിൻ്റെ പടത്തലവനായിരുന്നു, വർണ്ണപ്പള്ളി കുടുംബത്തിൻ്റെ നാഥൻ. അപ്പോൾ അവരുടെ ആസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരമാണ്, ഇവിടെ അടുത്ത കൃഷ്ണപുരം കൊട്ടാരത്തെ സൈന്യാധിപനായിരുന്നു ഇദ്ദേഹം. അറയും പെരയുണ്ട്. അപ്പോൾ അതിലാണ് ഇവരുടെ നിധിയൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ആശാരി കൊല്ലനെ വിളിച്ച് ഇതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണി ഇതുവഴി വന്നു. അപ്പോൾ ഇവർ കുടുംബപരമായിട്ട് അറിയും, കായംകുളം കൊച്ചുണ്ണിയെ നേരിട്ട് അറിയാം. കായംകുളം കൊച്ചുണ്ണിയോട് കൊച്ചുണ്ണി ചോദിച്ചു, എന്താ ഇവിടെ രാവിലെ പണിയൊക്കെ നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, നിന്നെ പോലുള്ള കള്ളന്മാർക്ക് മോട്ടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ബലവത്താക്കിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരസ്പര സൗഹൃദം പങ്കിട്ടുകൊണ്ട് വെറ്റില മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടു പേർക്കും. അപ്പോൾ ഇദ്ദേഹം വെറ്റില എടുത്ത് കുഞ്ഞുണ്ണിക്ക് കൊടുത്ത് കുഞ്ഞുണ്ണി വെറ്റിലയൊക്കെ കഴിച്ചു. കുഞ്ഞുണ്ണിയുടെ മനസ്സും കണ്ണുമെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടിലാണ്. അതുപോലെ കുഞ്ഞുണ്ണി എന്ത് ചെയ്ത് വെറ്റയൊക്കെ ഇങ്ങനെ മുറുക്കി വെറ്റിലയിലകത്ത് ചുണ്ണാമ്പൊക്കെ തേച്ച് എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ തിണ്ണയ്ക്ക് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തു. ഈ അറപ്പരയുടെ അറയുണ്ട് എല്ലാവരും. അന്ന് രാത്രി തന്നെ കുഞ്ഞുണ്ണി ഇവിടെ കയറി മോഷ്ടിച്ച് അതെ മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഒരു ദ്വാരം ഇട്ട് കുഞ്ഞുണ്ണി തുറന്ന്. അപ്പോൾ ഇതിനെ കൊണ്ട് ഇവിടെ അടുത്ത ദിവസം കൊടുത്തു. അതാണ് പക്ഷേ ഈ ഗുരുമന്ദിരം ഇവിടെ തപസ് ചെയ്തപ്പോഴാണ് അത് വിഷ്ണു ദർശനം കിട്ടിയത്. ഇവിടെ ഇരുന്നപ്പോഴാണ്, ധ്യാനത്തിലിരുന്നപ്പോൾ വിഷ്ണു ദർശനം കിട്ടുന്ന ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിലായിരുന്നു. അപ്പോൾ അവിടാണ് ആദ്യത്തെ ഗുരുമന്ദിരം വരുന്നത്, ലോകത്തിലെ ആദ്യത്തെ ഗുരുമന്ദിരം. നാടൻ മാവ് ഗുരു അപ്പുറത്താണെന്ന് താമസിക്കുന്നത്.
അത് ശാഖയുടെ ഇത് പോകുന്ന വഴി കണ്ടാൽ ആളുകൾ കയറും. ഏതാ ഇത്ര കിലോമീറ്റർ, 1 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്റർ NH അവിടെ എഴുതി വെച്ച് ഈ പ്രാധാന്യം കാണിച്ചാൽ താല്പര്യമുള്ള വ്യക്തികൾ ഇവിടെ